ശ്രീ ജാസി ഗിഫ്റ്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജാസി ഗിഫ്റ്റ്, ക്ഷമ ചോദിക്കുന്നു ആദ്യമേ. ഇത്തരത്തിലൊരു അനുഭവം ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. നമ്മുടെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ താങ്കളുടെ തന്നെ സംഗീത ജീവിതത്തിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് അവസാനത്തേതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, എങ്ങനെയാണ് താങ്കൾക്ക് ആ സംഭവം തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും പ്രിൻസിപ്പൽ അങ്ങനെ പെരുമാറിയത്? അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പെർഫോമൻസിന്റെ ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പ്രധാന കാര്യം. ഒരു കോളേജ് ആകുമ്പോൾ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് റൂൾസ് കാണും. പക്ഷെ ഇത് പറയേണ്ട ഒരു രീതി ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത രീതി നന്നായില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളത്. പക്ഷെ ഇത് കണ്ടുകൊണ്ട് ഇത് അതിനുശേഷം ഒരു 1000-1500 കുട്ടികൾ കാണുകയാണെങ്കിൽ ഇത് ഭയങ്കര വൈഡായിട്ട് നമുക്ക് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നില്ല. അപ്പൊ അങ്ങനെ നമുക്കത് പെട്ടെന്ന് ആക്ച്വലി ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഓൺ സ്പോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് മൈക്ക് വേറൊരാളുടെ കയ്യിൽ പോയപ്പോഴത്തേക്കാണ് ആക്ച്വലി സംഭവം ഇങ്ങനെയാണ് എന്താണ്. പിന്നെ ഡെഫിനിഷൻ പറഞ്ഞതില് ഞങ്ങളുടെ കൂടെ ഒരു കോ സിംഗർ സൈഡിൽ നിന്ന് പാടണം, അല്ലെങ്കിൽ അദ്ദേഹമാണ് പാടിയെന്നൊക്കെ ഉള്ള കുറച്ച് വരികൾ ഞാൻ കേട്ടായിരുന്നു. അത് ആക്ച്വലി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഞങ്ങൾ എപ്പോഴും ബാൻഡായിട്ട് പോകുമ്പോഴും ഞങ്ങളുടെ പിന്നാമ്പുറത്തെ ആള് കാണും. പക്ഷേ